സന്ദീപ് വാര്യർക്കെതിരെ കൊലവിളി മുദ്രാവാക്യം. സോഷ്യൽ മീഡിയ നിറയെ വധഭീഷണികൾ. രക്തസാക്ഷി പരിവേഷം സൃഷ്ടിച്ച് കോൺഗ്രസിന്റെയും മുസ്ലിം ലീഗിന്റെയും പിൻബലം തേടാൻ സന്ദീപ് വാര്യരുടെ ആസൂത്രിത നീക്കം. കോൺഗ്രസിൽ ചേർന്ന മുൻ ബി.ജെ.പി. നേതാവ് സന്ദീപ് വാര്യർക്കെതിരെ വധഭീഷണി മുഴക്കി യുവമോർച്ച പ്രവർത്തകർ. കണ്ണൂരിൽ ജയകൃഷ്ണൻ മാസ്റ്റർ ബലിദാന ദിനത്തോടനുബന്ധിച്ച് അഴീക്കോട് നടന്ന യുവമോർച്ച പ്രകടനത്തിനിടയിലാണ് അത്യന്തം പ്രകോപനപരമായ കൊലവിളി മുദ്രാവാക്യങ്ങൾ ഉയർന്നത്. 30 വെള്ളിക്കാശിനു വേണ്ടി പ്രസ്ഥാനത്തെ ഒറ്റിക്കൊടുത്ത സന്ദീപെ, പട്ടാപ്പകലിൽ പാലക്കാട്ട് നിന്നെ ഞങ്ങൾ എടുത്തോളാം എന്ന മട്ടിലാണ് അത്യന്തം ഭീഷണി സ്വരത്തിൽ യുവമോർച്ച പ്രവർത്തകർ സന്ദീപിനെതിരെ രംഗത്ത് വന്നത്. യുവമോർച്ച പ്രകടനത്തിന്റെയും വധഭീഷണി മുഴക്കലിന്റെയും വീഡിയോകൾ സോഷ്യൽ മീഡിയകളിൽ വ്യാപകമായാണ് പ്രചരിക്കുന്നത്. അഴീക്കോട്ട് സന്ദീപ് വാര്യർക്കെതിരെയാണ് വധഭീഷണി ഉയർന്നതെങ്കിൽ കൂത്തുപറമ്പിൽ നടന്ന ബലിദാന അനുസ്മരണത്തിൽ സന്ദീപിനെയും CPM നേതാക്കളെയും പേരെടുത്തു പറഞ്ഞാണ് RSS പ്രവർത്തകർ കൊലവിളി മുഴക്കിയത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗം പനോളി വത്സൻ അടക്കമുള്ള നേതാക്കൾക്കെതിരെയാണ് വധഭീഷണി മുദ്രാവാക്യങ്ങൾ മുഴങ്ങിയത്. CPM രക്തസാക്ഷികളുടെ പേരുകൾ ഓർമ്മപ്പെടുത്തിയ പ്രതിഷേധക്കാർ അന്തിമ തിരിച്ചടി വൈകാതെ ഉണ്ടാകുമെന്നാണ് CPM പ്രവർത്തകർക്ക് താക്കീത് നൽകിയത്. ചൊക്ലിയിൽ മാമൻ ബാസുവും പാനൂരിൽ അഷ്റഫുമൊക്കെ കൊല്ലപ്പെട്ടത് മറക്കരുതെന്നും ആ വഴിയിൽ ഇനിയും രക്തസാക്ഷികൾ ഉണ്ടാകുമെന്നും ജയകൃഷ്ണൻ മാസ്റ്ററുടെ ചോരയ്ക്ക് കണക്കു പറയിപ്പിക്കുമെന്നുമെല്ലാം RSS പ്രവർത്തകർ ഭീഷണികൾ ഉയർത്തിയിരുന്നു. BJP നേതൃത്വത്തോടുള്ള അസംതൃപ്തി വ്യക്തമാക്കി പുറത്തുപോയ സന്ദീപ് വാര്യർ BJP നേതൃത്വത്തെ നിരന്തരം കടന്നാക്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. BJPയിലെ അണിയറ രഹസ്യങ്ങൾ അറിയാവുന്ന മുൻ നേതാവ് എന്ന നിലയിൽ വാര്യർ തുറന്നടിക്കുന്ന വസ്തുതകൾക്ക് വാർത്താ പ്രാധാന്യം ഏറെയാണെന്നും മാധ്യമങ്ങൾ അത് നന്നായി ആഘോഷിക്കുമെന്നും BJP നേതാക്കൾക്കും നന്നായി അറിയാം. കോൺഗ്രസ് ക്യാമ്പിലെത്തിയ വാര്യരാകട്ടെ രക്തസാക്ഷി പരിവേഷം സ്വയം അണിയാനുള്ള നീക്കമാണ് നടത്തുന്നത്. മുൻപ് പറഞ്ഞതും ചെയ്തതുമെല്ലാം തെറ്റായി പോയി എന്ന് ഏറ്റുപറഞ്ഞ വാര്യർ കോൺഗ്രസ് ഓഫീസുകൾ മാത്രമല്ല കയറിയിറങ്ങുന്നത്. മുസ്ലിം ലീഗ് ആസ്ഥാനങ്ങൾ സന്ദർശിച്ച് മുതിർന്ന ലീഗ് നേതാക്കളുടെ ആശീർവാദത്തിനായും വാര്യർ കിണഞ്ഞു ശ്രമിക്കുന്നുണ്ട്. BJP കേന്ദ്രങ്ങളെ ഇത് വല്ലാതെ അലട്ടുന്നുണ്ട്. BJPയിൽ ഒട്ടേറെ അസംതൃപ്തർ ഉണ്ടെന്നും അവരെയെല്ലാം കോൺഗ്രസിൽ എത്തിക്കുകയാണ് തന്റെ ദൗത്യമെന്ന മട്ടിലാണ് സന്ദീപ് വാര്യരുടെ പ്രകടനങ്ങളുടെ പൊതുരീതി. BJP വിട്ട് കോൺഗ്രസിലെത്തുന്ന ആരും അനാഥരാവില്ല എന്ന മട്ടിലാണ് വാര്യരുടെ സോഷ്യൽ മീഡിയ കുറിപ്പുകൾ. വർഗീയ രാഷ്ട്രീയം വിട്ട് മതനിരപേക്ഷതയുടെ ഭാഗമായി കോൺഗ്രസിൽ അണിചേർന്നാൽ ആരും അനാഥരാവില്ല എന്ന മട്ടിലാണ് വാര്യരുടെ കുറിപ്പുകൾ. ഈ വിധത്തിലുള്ള കുറിപ്പുകൾക്കൊപ്പം BJP നേതാക്കളെ നിരന്തരം അപഹസിക്കുന്നതുമാണ് BJP അണികളെ ഏറെ പ്രകോപിതരാക്കിയതെന്നാണ് യാഥാർത്ഥ്യം. സന്ദീപ് വാര്യർ അത്യധികം ആസൂത്രിത നീക്കങ്ങളാണ് ഇപ്പോൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തന്നെ സംഘപരിവാർ കേന്ദ്രങ്ങൾ എത്രത്തോളം കടന്നാക്രമിക്കുമോ അത്രത്തോളം പിൻബലം കോൺഗ്രസിൽ നിന്നും മുസ്ലിം ലീഗിൽ നിന്നും തനിക്ക് ലഭിക്കുമെന്നും വാര്യർക്ക് നന്നായി അറിയാം. BJP പ്രവർത്തകരുടെ അമർഷം UDFൽ തനിക്കുള്ള സ്വീകാര്യതയാക്കി മാറ്റാനുള്ള നീക്കമാണ് സന്ദീപ് വാര്യർ ഇപ്പോൾ നടത്തുന്നത്. തനിക്കെതിരായ കൊലവിളി മുദ്രാവാക്യത്തെ പോലും രാഷ്ട്രീയ ആയുധമാക്കി മാറ്റാൻ വാര്യർ നടത്തുന്ന വ്യഗ്രതകൾ വിരൽ ചൂണ്ടുന്നതും ആ യാഥാർത്ഥ്യത്തിലേക്ക് തന്നെയാണ്.